കേന്ദ്ര ബജറ്റിലെ കേരള വിരുദ്ധ നിലപാടുകൾക്കെതിരായ LDF പ്രതിഷേധ മാർച്ച് പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്കും മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലും ഒപ്പം എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കമലേഷ് ചേരുന്നു. കമലേഷ്, CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയാണ് അവിടെ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. വിശദാംശങ്ങൾ. ഷമി, അല്പസമയം മുൻപാണ് CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഈ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. വളരെ വലിയ വിമർശനങ്ങൾ, കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ തന്നെയാണ് ഈ മാർച്ചിന്റെ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ളത്. ഉദ്ഘാടകനായ MA ബേബിയും അത്തരം കാര്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വലിയ തരത്തിലുള്ള ഒരു അവഗണന നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള നിലയിൽ കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്നു. ഒരു ഫെഡറൽ തത്വങ്ങളുടെ നഗ്നമായ ലംഘനം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെ പറയുന്നു. വലിയ തരത്തിൽ സംസ്ഥാനങ്ങളിലാകെ നികുതി പിരിച്ചു പോകുന്നുണ്ടെങ്കിൽ പോലും ഈ തനത് നികുതി, അതായത് സംസ്ഥാനങ്ങളിൽ നിന്ന് പിരിക്കുന്ന നികുതിയുടെ 63% പോകുന്നത് കേന്ദ്ര സർക്കാരിലേക്കാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്കാകെ ലഭിക്കുന്നത് 37.7% മാത്രമാണ്. എന്നാൽ ഈ ചെലവ് പൂർണ്ണമായും വഹിക്കുന്നത്, അതായത് നികുതി ചെലവുകൾ പൂർണ്ണമായും വഹിക്കുന്നത് 65%-ഓളം സംസ്ഥാന സർക്കാരുകളാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആ നിലയിൽ കണക്കുകൾ അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കേന്ദ്രത്തിനെതിരെ വലിയ വിമർശനങ്ങൾ MA ബേബി മുന്നോട്ട് വെക്കുന്നത്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ആശമാരുടെ സമരമടക്കം അദ്ദേഹം പരാമർശിക്കുന്ന സാഹചര്യമുണ്ടായി. ആശമാരുടെ സമരത്തിൽ സംസ്ഥാന സർക്കാർ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കേന്ദ്രമാണ് അവരെ സഹായിക്കേണ്ടത്. അക്കാര്യങ്ങൾ മനസ്സിലാക്കി വേണമായിരുന്നു സമരം ചെയ്യേണ്ടത്. ആ കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള സമരത്തെ, ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ഇടതുപക്ഷം ചെയ്യുന്നത് എന്നത് അദ്ദേഹം കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ആശമാരുടെ വിഷയം, അതുപോലെ തന്നെ അംഗൻവാടി തൊഴിലാളികളുടെ സമരം, ഉച്ചഭക്ഷണ തൊഴിലാളികളുടെ കാര്യങ്ങൾ, ഇവരുടെ എല്ലാ വിഷയങ്ങളും, ഇവരുടെയൊക്കെ ജീവിതം വലിയ ദുരിതമയമാണ് എന്ന് MA ബേബി പറഞ്ഞു വെക്കുന്നു. ഇവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തിട്ടുള്ളത് ഇടതുപക്ഷ സർക്കാരുകൾ മാത്രമാണ്. നേരത്തെ ഈ അംഗൻവാടി തൊഴിലാളികൾക്കുള്ള വേതനം അടക്കം നൽകിയിട്ടുള്ളത് VS അച്യുതാനന്ദൻ സർക്കാരാണ്. ആ നിലയിൽ ഇത്തരം തൊഴിലാളികളെ ആകെ സഹായിക്കുന്ന നിലപാടാണ് ഇതുവരെയും LDF സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഒരു വിഭാഗം മാധ്യമങ്ങൾ മനോരോഗം ഉള്ളതുപോലെ പെരുമാറുന്നു എന്നതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. മാധ്യമങ്ങളാകെ തന്നെ ഇതിനെയെല്ലാം തമസ്കരിച്ചുകൊണ്ട് കേന്ദ്ര നയങ്ങൾക്കെതിരായ LDF പ്രക്ഷോഭം സംസ്ഥാന വ്യാപകമായി പുരോഗമിക്കുന്നു. കമലേഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.